നമസ്കാരം. ലോകത്തിന് ഏറ്റവും മികച്ച ജനാധിപത്യ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ്. ഈ പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് പല വിചിത്രമായ, രസകരമായ, കൗതുകമുണർത്തുന്ന, ആശങ്ക ഉളവാക്കുന്ന പല കാഴ്ചകളും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കാറുമുണ്ട്. അത്രയും കാലം പരസ്പരം പോരടിച്ച് നിന്നവരൊക്കെ പെട്ടെന്ന് മിത്രങ്ങളാവുന്നു, മിത്രങ്ങളായിരുന്നവർ പൊടുന്നനെ ശത്രുക്കളായി മാറുന്നു. അങ്ങനെ ഒരേ സമയം തന്നെ ഭിന്നിച്ചും ഒന്നിച്ചുമൊക്കെ നിൽക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിർത്തി കടന്നു കഴിഞ്ഞാൽ കൈപ്പത്തിയും അതിനോടൊപ്പം അരിവാൾ ചുറ്റുകയും എല്ലാം ഒരേ കൊടിയിൽ കണ്ട ചരിത്രം പോലും നമ്മുടെ രാജ്യത്തിനുണ്ട് താനും. ഇപ്പോഴിതാ അതിർത്തിക്കപ്പുറം വീണ്ടും ഇങ്ങനെ ഒരു അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ്. മറ്റെങ്ങുമല്ല, ആന്ധ്രാപ്രദേശിലാണ് ഇങ്ങനെയൊരു രസകരമായ രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത്. മെയ് മാസത്തിന് മുൻപ് ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് നമുക്കറിയാം. ഇതിനോടനുബന്ധിച്ചുകൊണ്ടാണ് യാത്ര 2 എന്ന ചിത്രം പോലും ജഗൻമോഹൻ റെഡ്ഡി ഇപ്പോൾ പുറത്തിറക്കാൻ ഒരുങ്ങുന്നത്. അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട പേറുന്ന ചിത്രം തന്നെയാണ്. നിലവിൽ എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തൊട്ടടുത്ത് തന്നെ നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ വലിയ ഒരു തലവേദന അവിടുത്തെ പാർട്ടികൾക്കുണ്ട്. അതെന്തെന്നാൽ ഒരേ സമയം തന്നെ ചന്ദ്രബാബു നായിഡുവും അതിനോടൊപ്പം ജഗൻമോഹനും തമ്മിൽ കൊമ്പ് കോർക്കേണ്ടതുണ്ട്. ഇരുവരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടികളാണ്, പരസ്പരം എപ്പോഴും കടന്നാക്രമിക്കുന്നവരാണ്. ഇവർ രണ്ടുപേരും ശത്രുക്കളായി തന്നെ അഭിനയിച്ച് നിൽക്കേണ്ടതുണ്ട് ജനങ്ങളുടെ മുന്നിൽ. നിയമസഭയിൽ ഇവർ ശക്തമായി BJPക്കെതിരെ വാക്കുകൾ പറയേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്കൊപ്പമാണ് ഇവർ നിൽക്കുന്നതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുമെന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. അതറിയാതെ നട്ടം തിരിയുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നടന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു സന്തോഷം BJPക്കുള്ളത് എന്തെന്നാൽ ആന്ധ്രാപ്രദേശിൽ BJPക്ക് കാര്യമായ റോളൊന്നും ഇല്ല എങ്കിൽ പോലും അവിടുത്തെ പ്രധാനപ്പെട്ട 2 പാർട്ടികളും BJPയെ ചുറ്റിക്കറങ്ങി ഈ വലിയ ഗ്രഹത്തിന് ചുറ്റും ചിഹ്നഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ BJPയെ ചുറ്റിപ്പറ്റി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിഹ്നവീടും തായ് വീടും പോലെയുള്ള ഒരു ബന്ധം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം പണ്ട് മുതലേ TDP നമുക്കറിയാം NDAക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. വാജ്പേയിയുടെ കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ അന്നൊക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു, നിതീഷ് കുമാറും നായിഡുവും എങ്ങോട്ട് ചായുന്നോ അവരായിരിക്കും രാജ്യത്തിൻ്റെ ഭരണം പിടിക്കുക എന്നതൊക്കെ. ഇന്ന് അതൊക്കെ പഴങ്കഥയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് വലിയ തോതിൽ NDAയുമായി ബന്ധം സൂക്ഷിച്ചിരുന്ന TDP പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ആ തായ് വീട് അല്ലെങ്കിൽ പൊണ്ടാട്ടി വീട് കുടുംബം വിട്ടുപോയ ശേഷമാണ് ഒരു ചിഹ്ന വീട്ടിലേക്ക് BJP താമസം മാറ്റുന്നത്. ആ ചിഹ്ന വീടെന്ന് പറയുന്നത് YSR കോൺഗ്രസ് തന്നെയാണ്. അവിടേക്ക് BJP വന്നതിന് തൊട്ടു പിന്നാലെ കുടുംബം വിട്ടുപോയ ഭാര്യ അല്ലെങ്കിൽ ഈ നായിഡു തിരികെ വരുന്നുണ്ട്. ഫലത്തിൽ BJPക്ക് ഈ കാമുകിയായ YSRനെ ഉപേക്ഷിക്കാനും സാധിക്കില്ല, തിരിച്ചു വന്നിരിക്കുന്ന ഭാര്യയെയും ഉപേക്ഷിക്കാൻ സാധിക്കില്ല, ഈ TDPയെയും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാമുകിയെയും അതിനോടൊപ്പം ഭാര്യയെയും ഒരേപോലെ തന്നെ ഒരേ സ്വരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള വലിയ ബാധ്യത BJPക്ക് അവിടെയുണ്ട്. പക്ഷേ ഇത് തീർച്ചയായും അവർക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. എന്തായാലും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ള വലിയ ഹെർക്കൂലിയൻ ടാസ്ക് BJP ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത് എങ്ങനെയൊക്കെ നേട്ടമാക്കാം എന്ന കൃത്യമായ കണക്കുകൂട്ടൽ കൂടി അവിടെ നടക്കുന്നുണ്ട്. ബഹുഭാര്യത്വം അനുവദനീയമല്ല രാജ്യത്ത് എങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ അത് കഴിയുമെന്ന് പലവട്ടം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തെളിയിച്ചിട്ടുമുണ്ട്. അതിൽ CPM മുതൽ കോൺഗ്രസ് വരെയുള്ള പാർട്ടികൾ ഉൾപ്പെടുന്നുമുണ്ട്. എന്തായാലും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിഭാഗം പാർട്ടികളും BJPയുമായി ജീവിതം പങ്കിട്ട ഒരു ചരിത്രം കൂടിയുണ്ട്. കോൺഗ്രസ് മാത്രമാണ് അതിന് പോകാതിരുന്നിട്ടുള്ളത്. പക്ഷേ കാലം മാറിയപ്പോൾ ഹൈക്കമാൻഡ് ഒഴിച്ച് ബാക്കി കോൺഗ്രസിലെ കരുത്തരായ നേതാക്കളെല്ലാം തന്നെ BJPക്കൊപ്പം വരുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ BJP പാളയത്തിലേക്ക്, ഇപ്പോൾ അശോക് ചവാൻ മുതൽ BJP പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കമൽനാഥും മകനും വരും മണിക്കൂറുകളിൽ തന്നെ BJPയിലേക്ക് അംഗത്വം എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ലോകം ഉറ്റുനോക്കുന്ന ഒരു ജനാധിപത്യ മഹോത്സവം തന്നെയാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൽ കൗതുകമുണ്ട്, ചിരിയുണ്ട്, ചിന്തയുണ്ട്, വലിയ ആശങ്കയുണ്ട്, ഇതൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇനിയുള്ള ഉത്സവകാലം തന്നെയാണ്. ചിലർക്കൊക്കെ ഇത് ആഹ്ലാദകാലമാണ്, പക്ഷേ ചിലർക്കെങ്കിലും ഇതൊരു ആശങ്കയുടെ കാലമാണ്. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിൽ നിയമസഭയിൽ തമ്മിൽ പോരടിക്കണം, പല്ലും നഖവും ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കണം. പക്ഷേ ലോക്സഭയിലേക്ക് പോകുമ്പോൾ ഒന്നിച്ച് NDAക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരിക്കും ജഗൻമോഹൻ റെഡ്ഡിയും നായിഡുവും അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക എന്നത് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.